ഇന്നിപ്പോ സ്വാതന്ത്ര്യദിനല്ലേ? ആ മുരളിയേട്ടാ, 79ാമത്തെ സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനം പറഞ്ഞപ്പോഴാ മുരളിയേട്ടാ ഷായിട്ടാ 2 ദിവസം മുന്നേ മോളിനോട് പറയാ, അപ്പായി ഒരു 2000 മണി തരും. ഞാൻ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ ഒരു സ്വാതന്ത്ര്യദിനത്തിന് അന്ന് ഓഗസ്റ്റ് 15 ഒരു ഡാൻസിന് അവൾ പങ്കെടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കഷ്ടപ്പാടും വില്ലേജായിട്ട് കുത്തിയിരിക്കുന്ന സമയത്താണ് പൈസയേ ഇല്ലെങ്കിൽ. ഞാനാലോചിക്കുന്നത് പണ്ടത്തെ നമ്മളൊരു സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അന്നൊക്കെ സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മനസ്സിൽ എന്താ അറിയണ്ടാവും, എൻ്റെ ഏട്ടൻ്റെയും മനസ്സിൽ എങ്ങനെയെങ്കിലും അച്ഛനെയും അമ്മേനെ സന്തോഷിപ്പിക്കണം, അത് മാത്രമേ ഞങ്ങളെ മനസ്സിലുണ്ടാവുള്ളൂ. അങ്ങനെ അമ്മ ഞങ്ങളെ ഓഗസ്റ്റ് 14 ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കും. സ്വാതന്ത്ര്യ സമര ക്വിസിൻ്റെ ചോദ്യങ്ങൾ അമ്മ ചോദിക്കും, ഞങ്ങൾ ഉത്തരം പറയും. അങ്ങനെ അന്ന് ഞങ്ങൾ ഇരുന്ന് പഠിക്കും. എന്നിട്ട് സ്വാതന്ത്ര്യദിനത്തിന് അന്ന് എവിടേക്കാണ് മത്സരങ്ങളുള്ളത് നോക്കൂ. പാലാഴി ഒരു ഹിതായ ഉണ്ട് ഷാജിട്ട്, അങ്ങനെയൊക്കെ അറിയാൻ തോന്നും അല്ലേ? ആ ഹിതായൻ്റെ അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. ഉമ്മളത്തൊരു മുരളിയേട്ട ഒരു വായനശാല ഉണ്ട്, അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. ഞങ്ങൾ 2 സ്ഥലങ്ങളിൽ തന്നെ പോയി മത്സരിച്ച്, 2 സ്ഥലത്ത് ഫസ്റ്റ് അടിച്ച് പോരും ചെയ്ത്. അന്ന് ആ ട്രോഫിയും കൊണ്ട് വരുമ്പേ അമ്മേൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടിക്ക് ഇതുണ്ടാവും, വല്ലതും അറിയാം? ഇപ്പോഴത്തെ കുട്ടിക്ക് എന്ത് സ്വാതന്ത്ര്യദിനം? ഫുൾ ടൈം മൊബൈലല്ലേ.